ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വീണ്ടും രണ്ടാമത്തെ ഇന്റേൺഷിപ്പിന് പോവാണ്. ആദ്യം ഒരു ഇന്റേൺഷിപ്പ് കൊച്ചിയിൽ ചെയ്തു. ഇത് രണ്ടാമത് വേറൊരു കമ്പനിയിൽ നിന്നാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിലാണ് ഫസ്റ്റ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. സോ 3 ദിവസത്തേക്കാണ് നമ്മൾ പോകുന്നത്. 3 ഡേ ആണ് ഓഫ്ലൈൻ ഇന്റേൺഷിപ്പ് വരുന്നത്. 4 ഡേ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എറണാകുളത്തേക്ക് പോകുന്നത്. ജെൻസി ടെക്നോളജീസിലാണ് നമ്മൾ ചെയ്യുന്നത്. എറണാകുളം എത്തി ഭയങ്കര എറണാകുളം സൗത്തിൽ ഇറങ്ങേണ്ടിയിരുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ട്രെയിൻ എറണാകുളം നോർത്തിലേക്ക് കിട്ടിയോണ്ട് അവിടെ തന്നെ ഇറങ്ങി. അവിടെ നല്ല ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും കഴിക്കാതെ ട്രെയിനിൽ കയറിയ രാവിലെ ഇറങ്ങിയത് കൂടെ ആയിരുന്നുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇടിയപ്പവും കടലക്കറിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് വിലയില്ല. പുറത്തേക്ക് ഇറങ്ങിയ എന്താ ഒരു വില ആഹാരത്തിനൊക്കെ. അങ്ങനെ ബില്ലും പേ ചെയ്ത് നമ്മൾ ഇവിടെ നിന്നായിരുന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഊബർ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോസ്റ്റലിൽ നമ്മൾ ഓൾറെഡി വിളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റൽ എത്തി ഗൈസ്, എത്താറായി. അടുത്ത് എവിടെയോ ആണ് നമ്മുടെ ഹോസ്റ്റൽ. നേരെ കാണുന്ന അത് ആരുടെ വീട് അടിയുള്ളൂ അറിയാം. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിച്ചു ഗൈസ്. ലക്ഷ്മി ഹോട്ടൽ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ റൂം. തൽക്കാലം ഒരു 3 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാൻ ഇതൊക്കെ വേണ്ടിയിരുന്നുള്ളൂ. 3 ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ 1 രാത്രി 3 രാത്രി കിടക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം എന്ന് തോന്നി. അങ്ങനെ നമ്മൾ അവിടെ ബാഗൊക്കെ വെച്ച് ഇന്റേൺഷിപ്പിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു 5-6 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. ജെൻസി ടെക്നോളജീസിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ അവിടെ നടക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. പില്ലർ നമ്പർ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് നമ്മുടെ കരിക്കുലത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അത് മിനിമം 14 ഡേയ്സ് എങ്ങാണ്ട് വേണം. ഞങ്ങൾ സർട്ടിഫിക്കറ്റിന് മാത്രമല്ല കേട്ടോ, സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് ജെൻസി ടെക്നോളജീസ്. ഇവിടെയാണ് നമ്മുടെ ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ കുറേ പേര് പല പല കോഴ്സ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് വരും, ഒരു സെഷൻ, അങ്ങനെ പല പല സെഷൻസായിട്ട് പല പല ടോപ്പിക്കിൽ അവിടെ ഇൻറ്റേൺഷിപ്പ് നടക്കുന്നുണ്ടായിരുന്നേ. ഒരു സാറ് തന്നെയാണ് ഓടി നടന്ന് എല്ലാം പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മുടെ സെഷൻ 2 മണിക്കായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നു. നമ്മൾ എടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ആപ്പ് ഡെവലപ്മെൻറ്റ് വിത്ത് പൈത്തൺ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ വന്നു. സാറ് അപ്പോഴത്തേക്കും വന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് പൈച്ചാമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാമെന്നായിരുന്നു സാറ് പറഞ്ഞിരുന്നത്. അത്യാവശ്യം നല്ല ക്ലാസ് ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷേ സമയം വളരെ കുറവായിരുന്നു. ഒരു 1.5 hour സെഷൻ മാത്രമേ ഓഫ്ലൈനിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം സാറ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നോ എന്ന് ചോദിച്ചാൽ അത്ര നല്ലതും അല്ല, എന്നാൽ ബോറും അല്ല. ഒരുവിധം വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ പോരായ്മയെന്ന് പറയുന്നത്. 1.5 hour സെഷൻ ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി മാത്രമല്ല കേട്ടോ, കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഈ 4ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ ലിഫ്റ്റൊന്നും നമുക്ക് ഇൻറ്റേൺഷിപ്പിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കയറി കുഴഞ്ഞു. കുറേ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ ഡേയും ഞങ്ങൾ അതേപോലെ തന്നെ അവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ഡേയ്സാണ് ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നമ്മൾ നേരത്തെ സെറ്റ് ആക്കിയതുകൊണ്ട് നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യും. ഫുഡ് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ വിത്ത് ഫുഡ് 350 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ റേറ്റ് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളന്ന് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വൈകിട്ട് ലുലുമാളിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു, നല്ല ട്രാഫിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഡയറക്ഷൻ മാറി ഇറങ്ങിയോണ്ട് തന്നെ കുറേ നടക്കേണ്ടി വന്നു മെട്രോ സ്റ്റേഷനിലേക്ക്. കുറേ നടന്ന് ഒരു 20 മിനിറ്റോളം നടന്ന് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് മെട്രോ പിടിച്ച് ഞങ്ങൾ എറണാകുളം സൗത്തിലാണ്, കടവന്ത്രി എന്ന് പറയുന്ന സ്റ്റേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അവിടുന്ന് ലുലുമാളിലേക്ക് പിന്നെയും ഇടപ്പള്ളി പോകണമെങ്കിൽ കുറേ ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെട്രോ പിടിച്ചിട്ടാണ് ലുലുമാളിലേക്ക് ചെന്നത്. അങ്ങനെ അവിടെ എല്ലാം വായി നോക്കി ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇൻറ്റേൺഷിപ്പിന് മാത്രമല്ല വരുന്നത്, കൊച്ചിക്കോട് കാണാനാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ വായി നോക്കി നടന്നു. തിരുവനന്തപുരം ലുലുമാളിനെയും കാട്ടി കുറച്ചല്ല ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ എറണാകുളം ലുലുമാളെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 8 മണി ആയിട്ടുണ്ടായിരുന്നു. 9:30 ഹോസ്റ്റലിൽ പൂട്ടും. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കാണ്. അത് കാരണം 2ാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ തിങ്കർ സ്പേസിൽ പോകാമെന്ന് വിചാരിച്ചു. തിങ്കർ സ്പേസ് എന്ന് പറയുമ്പം ഓരോ ആളുകളൊക്കെ വന്നിട്ട് അവിടെ ബിൽഡ് ചെയ്യുന്ന സ്പേസാണ്. അതായത് നമുക്ക് എല്ലാം ബിൽഡ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടൊരു സ്പേസാണ് അതെന്ന് പറയുന്നത്.
പ്രോജക്ട്സ് ഒക്കെ ബിൽഡ് ചെയ്യാനോ ആഗ്രഹമുള്ളവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ്. അവിടെ ഹാർഡ്വെയർ ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ലാപ്പും ഒക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യാം. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ടാക്സി പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ തിങ്കർ സ്പേസ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഒരുപാട് പേര് പല പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എപ്പോഴും എല്ലാ ദിവസവും ഓരോ ആക്ടിവിറ്റീസൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ അറിയായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം. അതിൻ്റെ അകത്ത് ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഓരോന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ലാപ്പൊന്നും ഇല്ലാതെ വെറുതെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പിന്നെ പ്രിയദർശിനി തിരിച്ച് പോകാനെടുത്ത് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫ്രീ ടിക്കറ്റും എടുത്ത് തിരിച്ച് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് അന്നും ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു ഇൻറ്റേൺഷിപ്പ്. അങ്ങനെ കുറച്ച് നേരം കൂടി ഇരിക്കേണ്ടി വന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ നല്ല ചിലവായിട്ടുണ്ട് ഊബറിൻ്റെ. പക്ഷെ തിരിച്ച് വന്നപ്പോഴത്തേക്കും പ്രിയദർശിനിയിൽ കുറച്ച് വന്നുകൊണ്ട് അത്ര ആയില്ല. അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കൊടുത്ത പൈസയ്ക്ക് ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വേർത്തായിട്ട് തോന്നിയില്ല. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.